Dear students, welcome back. Today, I am going to deal with another important topic of our first chapter, that is nature and significance of management. The topic is objectives of management. Objectives of management. In the previous class, we have learned about the meaning, definition and the other characteristics of management. Today, I am going to deal with the objectives of management. മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഒബ്ജക്റ്റീവ്? എന്താണ് ഈ ഒബ്ജക്റ്റീവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ലക്ഷ്യം, ഗോൾ, എയിം എന്നൊക്കെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. എന്താ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് മീൻസ് ദി എൻഡ് റിസൾട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ ആൻറ്റിസിപ്പേറ്റഡ് ഗോൾ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു സ്ഥാപനം ലക്ഷ്യം വയ്ക്കുന്ന, ഒരു സ്ഥാപനം അവസാനമായി ആത്യന്തികമായി നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫലപ്രാപ്തിയെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ എൻഡ് റിസൾട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം ലക്ഷ്യം വയ്ക്കുന്ന, ഒരു സ്ഥാപനം ആഗ്രഹിക്കുന്ന ആ റിസൾട്ടിനെയാണ്, നേട്ടത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് പല രീതിയിലായിരിക്കാം. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സെയിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അല്ലേ? ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പ്രൊവൈഡിങ് ബെറ്റർ എഡ്യൂക്കേഷൻ ടു ദ സ്റ്റുഡൻസ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരിക്കാം. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ടു ദോസ് പീപ്പിൾ, അല്ലേ? ആരാണോ അവിടേക്ക് വരുന്നത് അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണോ ആത്യന്തികമായി നമ്മൾ അവസാനമായി നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഫലപ്രാപ്തിയെ, അല്ലേ? ആ എൻഡ് റിസൾട്ട് ഫലപ്രാപ്തിയെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സംഘടനാപരമായ ലക്ഷ്യങ്ങൾ. രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സാമൂഹികപരമായ ലക്ഷ്യങ്ങൾ. ആൻഡ് തേർഡ് വൺ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ. And the first one, what is organizational objectives? The term organizational objectives means achieving the result, okay, or to be achieve the result. എങ്ങനെയാണ് റിസൾട്ട് നേടിയെടുക്കേണ്ടത്? വിത്ത് മിനിമം എഫേർട്സ് ആൻഡ് റിസോഴ്സസ്. കുറഞ്ഞ വിഭവങ്ങളും കുറഞ്ഞ സമയം എടുത്തുകൊണ്ട്, കുറച്ച് മാത്രം വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കുറച്ച് മാത്രം സമയം എടുത്തുകൊണ്ട് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുക, ഓക്കെ, എന്നതായിരിക്കണം ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി, കുറഞ്ഞ സമയം എടുത്തുകൊണ്ട്, അല്ലേ, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഒബ്ജക്റ്റീവുമായിട്ട് കണക്റ്റഡ് ആണ്, സാമ്പത്തിക ലക്ഷ്യവുമായിട്ട് ബന്ധമുണ്ട്. അതിന് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ലാഭം നേടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? എക്കണോമിക് ഒബ്ജക്റ്റീവുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അതർവൈസ് കോൾഡ് ദി എക്കണോമിക് ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓക്കെ, സംഘടനാപരമായ ലക്ഷ്യങ്ങളെ നമുക്ക് എന്തും പറയാം? സാമ്പത്തിക ലക്ഷ്യങ്ങളെന്നും പറയാം. ഇനി ഇതിൽ പ്രധാനമായും ഈ അതായത് സംഘടനാപരമായ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സാമ്പത്തിക ലക്ഷ്യങ്ങളായതുകൊണ്ട് അതിൽ പ്രധാനമായും 3 എലമെൻറ്റുകളാണ് വരുന്നത്, 3 ഘടകങ്ങളാണ് വരുന്നത്. നോക്കുക ഏതൊക്കെയാണ് ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവ്സിനകത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, സർവൈവൽ, നിലനിൽപ്പ്. ആൻഡ് സെക്കൻഡ് വൺ, പ്രോഫിറ്റ്. തേർഡ് വൺ, ഗ്രോത്ത്. നമുക്ക് ഓർഡറാക്കി പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് വേണം, ലാഭം വേണം. ലാഭം എന്തിനൊക്കെ വേണം? നിലനിൽക്കുവാൻ വേണം, സർവൈവ് ചെയ്യാൻ വേണം, ഗ്രോത്തിന് വേണം, ബിസിനസ് സ്ഥാപനം വളരുവാൻ വേണം. ഓക്കെ, അപ്പോൾ സംഘടനാ ലക്ഷ്യം തന്നെയാണ് ഏത് പേരിലും അറിയപ്പെടുന്നത്? സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. അടുത്ത ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് നോക്കാം. സോഷ്യൽ ഒബ്ജക്റ്റീവ്, സാമൂഹികപരമായ ലക്ഷ്യങ്ങളാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സാമൂഹികപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ സൊസൈറ്റി, ദ എയിംസ് ഓഫ് ഓർ ദി ഗോൾസ് ഓഫ് അവർ സൊസൈറ്റി. Because every organization either may be business or may be non-business, അതെവിടെ നിൽക്കുന്നത്? നമ്മുടെ സൊസൈറ്റിയിലാണ്. Business or management is not an isolated process.
ഒരു മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണോ? അല്ല. അത് നിലനിൽക്കുന്നതും വളരുന്നതും എല്ലാം നമ്മുടെ സൊസൈറ്റിയിലാണ്. അപ്പോൾ ഏതൊരു ബിസിനസ്സിനും സൊസൈറ്റിയോട് എന്തുണ്ട്? കണക്ഷനുണ്ട് അല്ലേ? എങ്ങനെയാണ് അവരുടെ ബന്ധം, ഒരു സമൂഹത്തോട് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ പ്രതിബദ്ധത അവരെങ്ങനെയാണ് കാണിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം, ഒരു ബിസിനസ് ആണെങ്കിലും നോൺ ബിസിനസ് സ്ഥാപനം, എങ്ങനെയാണ് അവർ നിലനിൽക്കുന്ന സൊസൈറ്റിയോട് അവർ എങ്ങനെ പ്രതിബദ്ധത കാണിക്കേണ്ടത്? പ്രൊഡ്യൂസിങ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, പ്രകൃതിക്ക് അനുകൂലമായ, പ്രകൃതിക്ക് ദോഷകരമുണ്ടാക്കാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? ആൻഡ് ഗിവിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു ദി വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഓർ ദി യങ്ങർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള ദുർബലരായ ആൾക്കാർക്കും അതുപോലെ തന്നെ ആർക്കും, പാവപ്പെട്ട ആൾക്കാർക്കും അല്ലേ, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കും എല്ലാം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തു. സെറ്റിംഗ് അപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് അല്ലേ, ആൻഡ് ഗിവിങ് ബേസിക് അമെനിറ്റീസ് ലൈക്ക് basic infrastructures like house, road, water facilities അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അതായത് ഒരു സമൂഹത്തിന് കടപ്പെട്ട് സമൂഹത്തിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം തന്നെയാണ്. കാരണം അവരെവിടെ തന്നെയാണ് നിൽക്കുന്നത്? നമ്മൾ നിലനിൽക്കുന്ന സൊസൈറ്റിയിലാണ്. നമ്മളിപ്പോൾ ഈ കൊറോണ സമയത്തെല്ലാം ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടത്. ബിക്കോസ് ദേ ആർ നോട്ട് ഐസൊലേറ്റഡ്. അവർ വേറൊരു ഗ്രഹത്തിലാണോ ബിസിനസ് ചെയ്യുന്നത്? അല്ല. ആണോ? അല്ല. അവർ നമ്മുടെ സൊസൈറ്റിയിലാണ് അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, so the main aim or the meaning of social objectives means to protect the social objectives of an organization or to protect the welfare of a society. സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഓക്കെ, സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ക്ഷേമങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന വാക്കുകൾ. എങ്ങനെയൊക്കെയാണ് ക്ഷേമങ്ങൾ കൈവരിക്കേണ്ടത്? എക്കോ ഫ്രണ്ട്ലി ആയുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തൊഴിലാളികൾക്ക് കൊടുക്കുക, തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കുക അല്ലേ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകളും വീടുകളും അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലുകളെല്ലാം കെട്ടിക്കൊടുക്കുക. അതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. തേർഡ് വൺ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. നേരത്തെ ഒരു പോയിന്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. In every organization, they consist of lot of individuals. They are lot of persons. അല്ലേ, ഒരുപാട് വ്യക്തികൾ. ഈ മെൻ എന്നുള്ള നമ്മളെ വാക്കുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. They are individuals. They are individuals. അല്ലേ, ഓരോരുത്തരും അവിടെ ജോലി ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിൽ, ഇപ്പോൾ ഇൻഫോസിസിലാണെങ്കിലും മാരുതിയിലാണെങ്കിലും ടാറ്റയിലാണെങ്കിലും ബിർളയിലാണെങ്കിലും റിലയൻസിലാണെങ്കിലും we can see that there are lot of people, lot of individuals. They are known as collectively, they are known as എംപ്ലോയീസ് അല്ലേ. അവരെ നമുക്ക് ഒറ്റ വാക്കിൽ എന്ത് പറയാം? അവിടുത്തെ തൊഴിലാളികളാണ് എന്ന് പറയാം. ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഫോർ എംപ്ലോയർ അല്ലേ, അവർ ആ കമ്പനിക്ക് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവരെ ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ അവർ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ്, വ്യക്തികളാണ്. ദേ ആർ ഡിഫറെൻറ്റ് പെർസെപ്ഷൻ, ദേ ആർ ഡിഫറെൻറ്റ് തോട്ട്, ദേ ആർ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്, ദേ ആർ ഡിഫറെൻറ്റ് റിലീജിയസ് കോൺസെപ്റ്റ്സ്. അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അതുപോലെ തന്നെ അവരുടെ തോട്ടുകളും ചിന്തയും എല്ലാം വ്യത്യസ്തമാണ്. സോ അവരെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്? ടു കൺസിഡർ ഓർ ടു സാറ്റിസ്ഫൈ ദയർ സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പേഴ്സണൽ നീഡ്സ്. അവരവരുടെ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് വന്നിരിക്കുന്നത്. സോ ഓൺ ദി ബേസിസ് ഓഫ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഇവിടെ ഒരു സ്ഥാപനം മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ദ മാനേജ്മെൻറ്റ് മസ്റ്റ് റീകൺസൈൽ ദ പേഴ്സണൽ ഒബ്ജക്റ്റീവ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? സ്ഥാപനത്തിനൊരു ഓർഗനൈസേഷൻ ലക്ഷ്യമുണ്ട് അല്ലേ, അവിടെ എന്താ അത് പ്രോഫിറ്റ് കൈവരിക്കുക. ആ ലക്ഷ്യവുമായിട്ട് ഈ തൊഴിലാളികളുടെ ലക്ഷ്യത്തെ, ഈ രണ്ട് ലക്ഷ്യം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. പേഴ്സണൽ ഒബ്ജക്റ്റീവും സ്ഥാപനത്തിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, തൊഴിലാളികളുടെ ഈ രണ്ട് ലക്ഷ്യങ്ങളെയും സമന്വയത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ രഞ്ജനയോടുകൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ആരുടെ ലക്ഷ്യമാണ്? മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. സോ ദ മാനേജ്മെൻറ്റ് മസ്റ്റ് റീകൺസൈൽ the organizational objectives with the personal objectives of an organization for what? In order to get harmony in the organization.
സ്ഥാപനത്തിനകത്ത് സാഹോദര്യവും സഹിഷ്ണുതയും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ 2 ലക്ഷ്യങ്ങളെയും ഒരുമിച്ച് സ്ഥാപനത്തിൻ്റെ സംഘടനാപരമായ ലക്ഷ്യങ്ങളെയും വ്യക്തിപരമായ ലക്ഷ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശമാണ്, ലക്ഷ്യമാണ്. സോ ദീസ് ആർ ദ മെയിൻ 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ മാനേജ്മെൻറ്റ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, ആൻഡ് സെക്കൻഡ് വൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സാമൂഹികപരമായ ലക്ഷ്യങ്ങൾ, ആൻഡ് തേർഡ് വൺ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓർ നീഡ് ഓഫ് എ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെൻറ്റ് കൂട്ടായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സഹായിക്കുന്നു. സെക്കൻഡ് പോയിൻറ്റ്, മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റ് കാര്യക്ഷമത വർദ്ധിക്കുന്നു. എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, അല്ലേ? കംപ്ലീറ്റിംഗ് ദ ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ്. മാനേജ്മെൻറ്റ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. തേർഡ് പോയിൻറ്റ്, മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. മാനേജ്മെൻറ്റ് ഒരു ചലനാത്മകമായ പരിസരം സൃഷ്ടിക്കുന്നു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡൈനാമിസം? ഡൈനാമിസം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമായ, മാറ്റങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ശേഷി എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിന് കൂടുതൽ ശേഷി നൽകുന്നുണ്ട്. ദാറ്റ് ഈസ് എ തേർഡ് പോയിൻറ്റ്, ക്രിയേറ്റ്സ് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ആൻഡ് ഫോർത്ത് പോയിൻറ്റ്, ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടുവാൻ ആര് സഹായിക്കുന്നുണ്ട്? മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് മാനേജ്മെൻറ്റ്, അതിലുള്ള തൊഴിലാളികൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ആണ്, അല്ലേ? അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ പ്രിഡിക്ഷനും പെർസെപ്ഷനും എല്ലാം വ്യത്യസ്തമാണ്, അല്ലേ? അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അവിടേക്ക് വരുന്നത് വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വീട് വെക്കണമെന്നുള്ള ലക്ഷ്യമായിരിക്കാം. ഓരോ വ്യക്തികൾക്കും ഓരോ ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. എങ്ങനെ? മാനേജ്മെൻറ്റ് അവിടെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അവിടെയുള്ള തൊഴിലാളികളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ജോലി എടുക്കാൻ പ്രേരിപ്പിക്കുന്നതോട് കൂടിയിട്ട് നല്ലൊരു റിസൾട്ട് ആ സ്ഥാപനത്തിനുണ്ടാവുകയും അതുവഴി തൊഴിലാളികളുടെ വരുമാനം, അവരുടെ കൂലിയും ശമ്പളവും വർദ്ധിക്കുകയും ചെയ്യുന്നു. Okay, so it helps in achieving personal objectives. And last point, helps in the development of society. Management helps in the development of society. സമൂഹത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. സമൂഹത്തിൻ്റെ മെച്ചത്തിനായി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നേട്ടത്തിനായി മാനേജ്മെൻറ്റ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അഡ്വാൻസ്ഡായ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുന്നു, പുത്തൻ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുകൾ സൊസൈറ്റിയിൽ ലഭ്യമാക്കുന്നതിലൂടെ, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സാധ്യമാക്കുന്നുണ്ട്. സോ ദിസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ്സ് ഗോൾ, അല്ലെങ്കിൽ കൂട്ടായ ലക്ഷ്യങ്ങൾ നേടും. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പ്രോസസ്, ഇറ്റ്സ് നോട്ട് എൻ ഐസൊലേറ്റഡ് പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷ്യങ്ങൾ മാനേജ്മെൻറ്റിനുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. മാനേജ്മെൻറ്റ് ഒരു ഡൈനാമിക് എൻവയോൺമെൻ്റ് ആണ്, മാറ്റത്തിന് വിധേയമായൊരു പരിസരം സൃഷ്ടിക്കുന്നു. ദെൻ ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ്, ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തിനെക്കുറിച്ചാണ്? മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്, അല്ലേ? സോ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക എല്ലാവരും. താങ്ക് യു സോ മച്ച്.